ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇവിടെ ഇത്ര നേരം മഴയാണ്. ഇനിയിപ്പോൾ മഴയൊക്കെ പോയിട്ട് ഇത് കണ്ടോ, വെയിൽ ചേട്ടൻ്റെ അവിടെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ മുഖത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രകാശം കാണാൻ സാധിക്കുന്നുണ്ടാവും. പിന്നെ മഴ പെയ്തുകൊണ്ടാണ് ഈ ചീവീടിൻ്റെ ശബ്ദം കാര്യങ്ങളൊക്കെ. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അതായത് ഈ സാധനം കണ്ടോ, ഇതുണ്ടോ, ഇതൊരു കുരു വന്നാണ് ഗൈസ്. ഇവിടെ മൊത്തം ഇങ്ങനെ കുരു വന്നിരിക്കുകയാണ്. എനിക്ക് തൈര് അലർജി ആണെന്നുള്ളത് അറിയാൻ സാധിച്ചു. കാരണം തൈര് മിക്സ് ചെയ്തിട്ടൊരു ഫേസ് പാക്കിൻ്റെ സാധനം മമ്മി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എനിക്ക് നോക്കുമ്പോൾ ഇവിടെ ഒക്കെ നിറച്ച് കുരുക്കൾ. ഇപ്പോൾ ഇത് വൻ സീനായിട്ടുണ്ട് കണ്ടോ, ഈ സീനാണ്. സോ ഇതാണ് അവസ്ഥ. സോ നിങ്ങളും സൂക്ഷിക്കുക, നിങ്ങൾക്കും ഇതൊക്കെ പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് നോക്കുക. ഓക്കെ, സോ എന്താ ഇന്നത്തെ പരിപാടികൾ എന്ന് നോക്കാം. സോ നമ്മൾ അന്ന് കുത്തിയ കോവലല്ലേ, കോവലിൻ്റെ അവസ്ഥ ഞാൻ തന്നെ കാണിച്ചാൽ കേട്ടോ. ഇവിടെയാണ് നമ്മൾ കോവൽ കുത്തിയിട്ടുണ്ടായിരുന്നത്. സോ കോവലിൻ്റെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരെണ്ണം നല്ല ഹൈറ്റ് പോയി വള്ളിയൊക്കെ വീശിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്നും ഒരു കയറ് കെട്ടി സെറ്റാക്കണം മുകളിലേക്ക് കയറാൻ. പിന്നെ അത് ഇപ്പുറത്തെ ഇവിടെ അത് മുള നല്ല ഹൈറ്റായിട്ട് വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചപ്പോൾ ഇത്ര ഹൈറ്റ് ആയിട്ടുണ്ടായില്ല, ഇപ്പോൾ അതേ ഹൈറ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതായത് ഇവിടെയും നമ്മൾ അങ്ങോട്ട് വളച്ച് വെച്ചതുണ്ട്. എണ്ണം വെച്ചതിൽ രണ്ടിലും മുള വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുള ആരോ കടിച്ച പോലെ ഉണ്ട്, അറിയില്ല. എന്തായാലും അത് നീണ്ടു വന്നത് എന്തോ ക്ഷീണായിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ പയറൂട്ട് എന്തേ അവിടെ തനിയെ മുളച്ച് വന്നത് അവിടെ നിൽപ്പുണ്ട്. അപ്പം അതിനൊന്ന് ഇച്ചിരി മണ്ണ് കൂട്ടി കൊടുക്കണം. ഇവന് മുകളിൽ കയറി പോകാനായിട്ടുള്ള ഒരു സെറ്റപ്പ് റെഡിയാക്കി കൊടുക്കണം. അതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ള പരിപാടി. സ്റ്റേ അപ്പോൾ നമ്മുടെ കോവലിന് കെട്ടി കൊടുക്കാൻ വേണ്ടി ചാക്ക് ചെറുത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടോ, ചാക്ക് കയറ്. സോ ഇതുമ്മേ ആകുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. ആ ടെൻഡറിൽ ഉപയോഗിച്ചിട്ട് ആ ഫ്രണ്ടിൽ നമ്മുടെ ആ ഒരു മുള വന്നിട്ട് പിന്നെ അവർക്ക് പടർന്നു പോകാനായിട്ട് പിടിച്ച് കയറാനായിട്ട് ഇതും കൂടി അങ്ങോട്ട് റൗണ്ട് ചെയ്ത് പിടിച്ച് കയറിപ്പോകും. ഇതാകുമ്പോൾ കുറച്ച് ഗ്രിപ്പ് കിട്ടും അവർക്ക്. സോ നമുക്കിത് കെട്ടി കൊടുക്കാം. സ്റ്റേ അപ്പോൾ നമ്മൾ കയറ് കെട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. സോ അതേ നമ്മുടെ കോവൽ തൈനതേ നമുക്ക് പിടിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനും പൊങ്ങി വരുമ്പോൾ അവനും ഇതമ്മക്ക് ഇവിടെ പിടിച്ച് കയറ്റിയിട്ട് നമുക്ക് ഈ പന്തൽ മൊത്തം നിറയ്ക്കണം. പിന്നെ അതേ നമ്മളിവിടെ ഈ ഡ്രമ്മിൽ വെച്ചിട്ടുണ്ടായതിൻ്റെ എന്താ അവസ്ഥ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിവിടെ ഒരു മുളകനുണ്ട് കണ്ടോ, ഇതിവിടെ ആയിട്ടൊരു മുളകുണ്ട്. പിന്നെ ഇതിന് ഈ സൈഡിലായിട്ടും മുളകുണ്ട്. സോ ഇവന്മാരും വലുതായി കഴിയുമ്പോൾ അതെ ഇതിവിടെ തന്നെ ഇവർക്ക് കയറ് ഓൾറെഡി സെറ്റാണ്. സോ ഇതമ്മ കൂടി കയറിക്കോളും. സോ അവരെയും കയറ്റി വിടണം. പിന്നെ ഇന്നലത്തെ മഴയിൽ ഞാൻ കാണിച്ചു തന്നല്ലോ, ഇന്നലത്തെ മഴയിൽ ഞാൻ കാണിച്ചല്ലോ, നല്ല കാറ്റും മഴയും കാര്യങ്ങളും വൻ സീൻ കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ആ കാറ്റ് കാരണം ഉണ്ടായ സംഭവം ഞാൻ കാണിച്ചാൽ കേട്ടോ. ഇത് നമ്മുടെ തെങ്ങാണ് കേട്ടോ. നമ്മുടെ തെങ്ങിൻ്റെ ഇവിടത്തെ നോക്കി എല്ലാ ഉണങ്ങി വെറുതെ ആയിട്ടുണ്ടായിരുന്ന തേങ്ങളും താഴെ വീണ് പട്ടകളൊക്കെ താഴെ വീണ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ആരും കയറ്റിക്കാണ്ട് തന്നെ നമ്മുടെ തേങ്ങയൊക്കെ താഴെ വീണു. സോ നല്ല മൂപ്പുണ്ടായിരുന്നതൊക്കെ താഴെ വീണിട്ടുണ്ട് ഇന്നലത്തെ കാറ്റിൽ. ഇത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന മറ്റേ ഗ്ലാഡിയയുടെ ഇത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ ഇതിൽ വന്നത് ഇവിടെ നോക്കിയപ്പോൾ കണ്ട ഇലയൊക്കെ ഓട്ടിയാക്കിയൊക്കെയാണ്. സോ ഇതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇലയിൽ കണ്ടെത്തിയത് പുഴുക്കൾ, 2 പുഴുക്കൾ ഇരിക്കണുണ്ടാവന്മാർ മൊത്തം അടിച്ചു പറിക്കി അങ്ങോട്ട് തിന്നേക്കാം. സോ ഇവന്മാർ എന്ത് ചെയ്യണ്ടേ, അങ്ങോട്ട് തീർത്ത് കളയല്ലേ. അപ്പം നമ്മളൊരു കോഴീനെ പൊടിഞ്ഞ് ഓൾറെഡി ഇരിക്കുന്നുണ്ട് കോഴി. അപ്പം അതിനെ പിടിച്ച് ബോക്സിലാക്കിയിട്ട് വിരിയിപ്പിക്കാൻ പറ്റുമോ നോക്കാൻ പോവാണ്. എന്താണെന്ന് അറിയില്ല. സോ നമുക്ക് എന്തായാലും വെച്ച് നോക്കാം. കഴിച്ചേ നമ്മുടെ കോഴി ആ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. ആളാണ് പൊടിഞ്ഞിരിക്കുക. എല്ലാം മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ ഇരിപ്പാണ് ആളുടെ പരിപാടി. മുട്ടയുടെ മുകളിൽ കയറി ഇരിക്കലാണ്. സോ പൊടിഞ്ഞിട്ടുണ്ട്, സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആളൊന്ന് പിടിച്ച് നമുക്ക് ബോക്സിലിട്ട് നോക്കാം എന്താവും എന്നുള്ളത് അറിയില്ല. ഇരുന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരുന്നു, മുട്ട വിരിഞ്ഞ് കിട്ടും. നോക്കാം നമുക്ക്. അവൾക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ബോക്സ് വെച്ച് നമ്മൾ ഉള്ളിൽ 2 മുട്ടയും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ മുട്ട വെച്ച് കൊടുക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അവള് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അവൾ പോയി ഇരിക്കുകയാണെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഇപ്പോൾ പോയി ഇരിക്കണമൊന്നുമില്ല, അവിടെ പോയി ഇരിക്കണേ. അപ്പോൾ അവളിവിടെ കിടന്ന് തന്നെ ഓടി നടക്കാണ്. എന്തായാലും നോക്കാം നമുക്ക്. ഇരിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ലാസ്റ്റ് ഞാൻ ചെറിയൊരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
പിന്നെ ഇതേ ഇപ്പം അടുത്ത നല്ലൊരു മഴയ്ക്കുള്ള കോള് കാണാണ്ട്. സോ അതിന് മുമ്പ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് കൃഷി കാര്യങ്ങളും പിന്നെ കോഴിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അതിൻ്റെ കുട്ടികളുടെ വീട്ടിലൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നാളെ അടിപൊളി വീഡിയോ ആയി വരുന്നതായിരിക്കും. എല്ലാവർക്കും